നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ്. ഇൻഡിജേഴ്സിൻ്റെത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഈ വീഡിയോയിൽ ഫ്ലോട്ടിംഗ് പോയിൻ്റ്, ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. പോയിൻ്റുള്ള നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷനിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഇൻ മാൻഡിസ ആൻഡ് എക്സ്പോണൻ്റ് ഫോം. ഈ മാൻഡിസ ആൻഡ് എക്സ്പോണൻ്റ് ഫോമിലാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. ഇനി എന്താ അങ്ങനെ പറഞ്ഞാൽ, നമ്മൾ ആദ്യം നമുക്കൊരു നമ്പർ കിട്ടുമ്പോൾ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, 25.45 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടി. അപ്പോൾ ഈ നമ്പറിനെ നമ്മൾ മാൻഡിസ ആൻഡ് എക്സ്പോണൻ്റ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി 25.45. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രിങ് ദ ഡെസിമൽ പോയിൻറ്റ് ബിഫോർ ദ ഫസ്റ്റ് ഡിജിറ്റ്. ഈ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ മുന്നിലേക്ക് ഡെസിമൽ പോയിൻ്റ്, നോൺ സീറോ ഡിജിറ്റിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഡെസിമൽ പോയിൻ്റ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ 25.45 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ ഈ പോയിൻ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? 25.45നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 0.2545 × 10² എന്ന് എഴുതാം. നമ്മളെ നമ്പറിന് വ്യത്യാസം വരാൻ പാടില്ല. ഓക്കെ, നമ്പറിന് വ്യത്യാസം വരാതെ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ 25.45ഉം 0.2545 × 10² രണ്ടും ഒരേ നമ്പറാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ മാൻഡിസ എന്ന് പറയും. അതുപോലെ ഇതിന് നമ്മൾ എക്സ്പോണൻ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് മാൻഡിസ, ഇതാണ് എക്സ്പോണൻ്റ്. അപ്പോൾ ഈ നമ്പറിൻ്റെ മാൻഡിസ 0.2545 ആണ്, എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ മാൻഡിസ ആൻഡ് എക്സ്പോണൻ്റ് പാർട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതേ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻറ്റിൻ്റെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ എങ്ങനെ എഴുതണോ ആ രൂപത്തിൽ എഴുതുന്നു. ഓക്കെ, ഇനി അതേ സമയത്ത് വേറൊരു എക്സാമ്പിൾ നോക്കാം. -0.0035. ഇത് നമുക്ക് ഈ ഡെസിമൽ പോയിൻറ്റിനെ ഇവിടെ നോൺ സീറോ ഡിജിറ്റിന് അവിടെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0035 ഇതിനെ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എത്തൂലേ? അപ്പോൾ ഇതിന് നമുക്ക് 0.35/100 ഇതും അതുപോലെ 0.0035 രണ്ട് ഈക്വലാണ്. റെഡിയല്ലേ? ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 0.35 / 100 മീൻസ് 10² എന്നാണ്. ഇനി ഇതിനെ ഈ 10² മുകളിലേക്ക് എഴുതണമെങ്കിൽ 0.35 × 10⁻² എന്ന് എഴുതിയാൽ മതി. 10⁻² എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ഇതാണെന്ത്? മാൻഡിസ, ഇതാണെന്ത്? എക്സ്പോണൻ്റ്. അപ്പോൾ ഈ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മാൻഡിസ ആൻഡ് എക്സ്പോണൻ്റ് പാർട്ടിൽ രൂപത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ 32 ബിറ്റ് വേർഡ് ലെങ്ത് ആണ്. 8 ബിറ്റ് അല്ല, 32 ബിറ്റ് വേർഡ് ലെങ്ത് ആണ്. അപ്പോൾ 32 ബിറ്റ് വേർഡ് ലെങ്ത് ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പം ഇതിൽ ഫസ്റ്റ് 24 പാർട്ട് മാൻഡിസക്കും അതുപോലെ റിമൈനിങ് 8 പാർട്ട് ആണ് എന്തിനുള്ളത്? എക്സ്പോണൻറ്റിനുള്ളത്. അപ്പോൾ മാൻഡിസക്ക് 24 പാർട്ട് ഉണ്ട്, അതുപോലെ 8 ബിറ്റ് എക്സ്പോണൻറ്റിനാണ്. ഇതിൽ തന്നെ ഈ 24 ബിറ്റിൽ ഫസ്റ്റ് ബിറ്റ് സൈന്, ബാക്കി 23 ബിറ്റ് മാഗ്നിറ്റ്യൂഡിന്, അതുപോലെ ഈ 8 ബിറ്റിൽ ഫസ്റ്റ് ബിറ്റ് സൈന്, ബാക്കി 7 ബിറ്റ് എക്സ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിന്. അപ്പോൾ ഞാനിതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനൊന്ന് വരച്ചു. മൊത്തം
32 ബിറ്റ് വരക്കണം കേട്ടോ. ഇത് 32 ബിറ്റ് ഒന്നുമില്ല. അപ്പോൾ അതിൽ 24 പാർട്ട് എന്തിന് വേണ്ടി? ഫോർ മാൻഡിസ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഈ 24 ബിറ്റ് ഉപയോഗിച്ചു. ഈ 8 ബിറ്റ് എക്സ്പോണൻറ്റിന് വേണ്ടി ഉപയോഗിച്ചു. ഇതിൽ തന്നെ ഈ 24ൽ ആദ്യത്തെ ബിറ്റ് സൈനാണ്. അപ്പോൾ ബാക്കി 23 ബിറ്റാണ് മാൻഡിസക്ക് ഉള്ളത്. ഇനി ഈ 7 ബിറ്റിൽ ഫസ്റ്റ് ബിറ്റ് സൈനാണ്. ഇവിടെ സൈൻ ബിറ്റ് ഉണ്ട്. അതുപോലെ ബാക്കിയുള്ളതാണ് എന്തിനുള്ളത്? എക്സ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളോട് എന്ത് ചെയ്യാൻ പറയാറില്ല? റെപ്രസെൻറ്റ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഇൻ റെപ്രസെൻറ്റേഷൻ മാൻഡിസ ആൻഡ് എക്സ്പോണൻറ്റ് ഫോം എന്ന് പറഞ്ഞ് നമ്മളോട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറയാറില്ല. അതുകൊണ്ട് നമുക്ക് കുറേ 32 ബിറ്റ് വരക്കണ്ടേ, അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ മാൻഡിസ ആൻഡ് എക്സ്പോണൻ്റ് പാർട്ടിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും, അതുപോലെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇൻറ്റിജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തു, അതുപോലെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഇതല്ലാത്ത ഡാറ്റകളും നമുക്ക് കൊടുക്കേണ്ടി വരില്ലേ? അല്ലേ? ഇപ്പോൾ സപ്പോസ് നമ്മൾ ഗ്രേഡുകളൊക്കെ കൊടുക്കുമ്പോൾ A, B, C ഇങ്ങനത്തെ ഗ്രേഡുകളൊക്കെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നമുക്ക് ഒരാളുടെ പേര് ഇൻപുട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം? റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഈ ക്യാരക്ടേഴ്സ് A മുതൽ Z വരെയുള്ള സ്മോൾ ലെറ്റേഴ്സും അതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആസ്കിയാണ്. ആസ്കി. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ടു റെപ്രസെൻറ്റ് ക്യാരക്ടേഴ്സ്. ASCII, its full form is American Standard Code for Information Interchange. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ASCII എന്നാണ് വായിക്കുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതിൻ്റെ പ്രത്യേകത വിച്ച് യൂസസ് 7 ബിറ്റ്സ്. 7 ബിറ്റാണ് ഉപയോഗിക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി. ഈ ASCII ഈ റെപ്രസെൻറ്റേഷൻ വിച്ച് ഈസ് അഡോപ്റ്റഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണിത്. ഇനി ഇവിടെ എങ്ങനെയാണ് ഈ റെപ്രസെൻറ്റേഷൻ എന്നറിയോ? എ യുണീക്ക് ഇൻറ്റിജർ നമ്പർ ഈസ് അസൈൻഡ് ടു ഈച്ച് ക്യാരക്ടേഴ്സ്. ഓരോ ക്യാരക്ടേഴ്സിനും ഒരു യുണീക്ക് ഇൻറ്റിജർ നമ്പർ അസൈൻ ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്യാപിറ്റൽ A എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ASCII കോഡ് അല്ലെങ്കിൽ യുണീക്ക് നമ്പർ എന്ന് പറയുന്നത് 65 ആണ്. ഈ 65ൻ്റെ 7 ബിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈനറി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോരോ എക്ക് 65, ബിക്ക് 66, സിക്ക് 67 ഇങ്ങനെ പോകും. ഈ രൂപത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ നമുക്ക് പറയാം. ഇങ്ങനെ സ്മോൾ ലെറ്റേഴ്സിനും ക്യാപിറ്റൽ ലെറ്റേഴ്സിനും ഒക്കെ ഒരു യുണീക്ക് നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടാവും ASCIIയിൽ. അപ്പോൾ ഇത് 7 ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് 128 ക്യാരക്ടേഴ്സിന് നമുക്കിത് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം 128 ക്യാരക്ടേഴ്സിന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 7 ബിറ്റാണ്. അതുപോലെ എ യുണീക്ക് ഇൻറ്റിജർ നമ്പർ ഈസ് അസൈൻഡ് ടു ഈച്ച് ക്യാരക്ടേഴ്സ് ആൻഡ് വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് 128 ക്യാരക്ടേഴ്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇനി ഇത് 7 ബിറ്റാണെന്ന് പറഞ്ഞു. ഇനി കുറച്ച് ലേറ്റർ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ആസ് 8 ബിറ്റ്. ഇതിന് ASCII 8 എന്ന് പറയും, എക്സ്റ്റെൻഡഡ് ASCII എന്ന് പറയും. അപ്പോൾ ഈ ASCII 8 എന്ന് പറയുന്ന ഇതിൻ്റെ പുതിയൊരു വേർഷനാണ്. ഈ വേർഷൻ്റെ പ്രത്യേകത ഇതിന് 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് റെപ്രസെൻറ്റേഷൻ 8 ബിറ്റാണ്. അതുകൊണ്ട് 256 ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ ഡിജിറ്റ് കൂട്ടിയപ്പോൾ 128 എന്ന് പറയുന്നത് 256 ക്യാരക്ടേഴ്സായിട്ട് മാറും. അപ്പോൾ ഇതാണ് എന്ത് ASCII എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. മനസ്സിലായോ? അപ്പോൾ ASCII റെപ്രസെൻറ്റേഷൻ എന്ന് ഇതൊക്കെ പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ASCII എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ റെപ്രസെൻറ്റേഷൻ ഏതാണ് എന്നൊന്ന് നോക്കാം. ക്യാരക്ടേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാനുള്ള അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എബ്സിഡിക് ആണ്.
EBCDIC, Extended Binary Coded Decimal Interchange Code. It is the full form. ഈ EBCDIC പ്രത്യേകത വിച്ച് ഇസ് വെരി സിമിലർ ടു ആസ്കി പോലെ തന്നെയാണ്. പിന്നെ ഇറ്റ് യൂസസ് 8 ബിറ്റ് ടു റെപ്രസെൻറ്റ് ഡാറ്റ. 8 ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻ്റർനാഷണൽ ബിസിനസ് മിഷൻ IBM ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് 8 ബിറ്റ് ആയതുകൊണ്ട് വിച്ച് കൺ റെപ്രസെൻറ്റ് 256 ക്യാരക്ടേഴ്സ്. 256 ക്യാരക്ടേഴ്സ് ഇതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ EBCDIC പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആസ്കി ആൻഡ് ആസ്കി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു EBCDIC. അതുകൊണ്ട് ആസ്കി വർക്ക് ചെയ്യുന്ന ആ കമ്പ്യൂട്ടേഴ്സും അതുപോലെ EBCDIC വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റകൾ മാറ്റിക്കൊടുത്താലും കുഴപ്പമില്ല എന്നർത്ഥം. അടുത്തതാണ് റെപ്രസെൻറ്റേഷനാണ് ഐസ്കി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ആ പേരിൽ തന്നെ ഉണ്ട് ഇത് എന്തിനാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് വേരിയസ് റൈറ്റിംഗ് ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വിവിധ റൈറ്റിംഗ് ലാംഗ്വേജസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ്കി എന്ന് പറയുന്ന ഈ റെപ്രസെൻറ്റേഷൻ. ഇത് ഒരു 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ് ആൻഡ് ഇറ്റ് ഈസ് introduced by a standardization committee under the Department of Electronics. ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കമ്മിറ്റിയാണ് ഈ ഐസ്കി എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അത് 8 ബിറ്റാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഐസ്കി. ഇനി ഈ ഐസ്കി എന്ന് പറയുന്നതിന് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിനെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേണം. ലോകത്തിലുള്ള എല്ലാ റൈറ്റിംഗ് ലാംഗ്വേജസും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് വേണം എന്നുള്ള ഒരു അന്വേഷണത്തിനൊടുവിലായിക്കൊണ്ടാണ് പുതിയ അടുത്ത റെപ്രസെൻറ്റേഷൻ വരുന്നത് യൂണിക്കോഡ്. ഈ യൂണിക്കോഡിൻ്റെ പ്രത്യേകത വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വിച്ച് ഈസ് എ 16 ബിറ്റ് റെപ്രസെൻറ്റേഷൻ. സോ വിച്ച് ക്യാൻ റെപ്രസെൻറ്റ് 65,536 ക്യാരക്ടേഴ്സ്. ഇത്രയും ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് യൂണിക്കോഡ് കൺസോർട്ടിയം. യൂണിക്കോഡ് കൺസോർട്ടിയം എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഈ യൂണിക്കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 4 മെത്തേഡ്. ഒന്ന് ആസ്കി, EBCDIC, ഐസ്കി ആൻഡ് യൂണിക്കോഡ്. ഈ റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള മെയിൻ പോയിൻറ്റ്സ് നമ്മൾ പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.